ഹലോ ഹായ് റസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കപ്പ് റവ ഉണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്സ് തയ്യാറാക്കാം. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് റവ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. വറുത്ത റവ ആണ് ഇതിന് എടുക്കേണ്ടത്. അതിനുശേഷം നന്നായി വറുത്തതിന് ശേഷം നമ്മൾ വേറൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്രയാണോ റവ എടുത്തത് അപ്പോൾ ഒരു കപ്പ് ആണല്ലോ റവ എടുത്തിട്ടുള്ളത്, അപ്പോൾ അതിൻ്റെ ഒരു 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള റവ ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു കൈ കൊണ്ട് നമ്മൾ റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ മറ്റൊരു കൈ കൊണ്ട് നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ റവ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ റവ പെട്ടെന്ന് കട്ട കുത്തി വരും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം ഞാനത് മുഴുവനായിട്ട് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം ഇതുപോലെ ഒന്ന് വറ്റുന്നത് വരെ നമ്മളിതൊന്ന് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും. അപ്പോൾ ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്തെടുക്കാം. ഈ ഒരു പരുവത്തിലാണ് നമ്മളത് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാനിതാ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു ചെറിയൊരു എരിവിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു ഈ ഒരു സ്നാക്സിനൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു റെസിപ്പിക്ക് നമ്മളിതാ കായപ്പൊടിയാണ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അരിപ്പൊടിയാണ്. അപ്പോൾ നമ്മൾ റവ എടുത്ത അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അരിപ്പൊടി ഒന്ന് വറുത്തെടുത്തതാണെങ്കിൽ ഒന്ന് നന്നായിരിക്കും. നമ്മളിതിലേക്ക് വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിന് ചെറിയൊരു ചൂടോടുകൂടെ തന്നെ നമുക്കിത് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ട് ഞാനിതാ ഇവിടെ ഒരു തട്ടിലേക്ക് മാവ് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സാധാ പച്ചവെള്ളം കൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് കൈ നനച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചെറിയൊരു ചൂടുണ്ടായിട്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കാത്തത്. ചെറിയൊരു വെള്ളം നനച്ചുകൊണ്ട് നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കളറിലായിരിക്കും കിട്ടുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്നും കൂടെ കുഴച്ചെടുക്കാം കേട്ടോ. ലേശം വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. അതിന് ശേഷം നമ്മൾ ഇതിൽ നിന്നും ഒരു കഷ്ണം എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന പാത്രമല്ലേ അതിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ തന്നെ പല ഹോൾസ് ഉള്ളതും ഉണ്ടാവും. അതിൽ കുറച്ചും കൂടെ ഒന്ന് വലിപ്പമുള്ള ഹോൾസാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതിൽ നിന്നും ഒരു മാവ് കഷ്ണം എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കണം അതേപോലെ ഇട്ടെടുത്തതിന് ശേഷം ഇതൊന്ന് തിരിച്ചെടുക്കാം. പിന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്, എല്ലാം തന്നെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്കും കൊടുക്കണേ. ഇനി നമുക്ക് ഇത് ഓരോന്നായി ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട്. അതുമ്പോൾ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പെട്ടെന്നൊന്ന് നമുക്ക് ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മളിതാ ഓരോ ചുറ്റായിട്ട് നമുക്ക് ഇതുപോലെ അങ്ങനെ എടുക്കാം. അപ്പം ഞാനിത് ഇവിടെ മുഴുവനായിട്ട് അതുപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും മാവും കൂടെ നമുക്കിതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ അത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്.
അതിൽ ഒന്ന് ചൂടായി കഴിയുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ടെടുക്കാം. അടിഭാഗമൊക്കെ നല്ല രീതിയിലൊന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ വളരെ ഈസിയായി നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യുക കേട്ടോ. നമ്മുടെ ചാനലിൽ ഒരുപാട് നല്ല നല്ല വീഡിയോസ്, ഈവനിങ് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം തന്നെ നമ്മുടെ ചാനലിൽ നിങ്ങൾ കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.